തൃശൂർ ജില്ലയിൽ വന്യജീവി ആക്രമണം നിരന്തരം ഉണ്ടാകുന്ന മേഖലയാണ് മച്ചാട് റേഞ്ചിന് കീഴിലെ അകമലയും പരിസര പ്രദേശങ്ങളും. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ ഫോറസ്റ്റ് സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്നുവെങ്കിലും ഇന്ന് അത് കാട് കയറി നാശത്തിന്റെ വക്കിലാണ്. മനുഷ്യ വന്യജീവി സംഘർഷം അതിരൂക്ഷമാകുന്ന കാലത്ത് അകമല സ്റ്റേഷൻ വീണ്ടും തുറക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. പീച്ചി വാഴാനി വന്യജീവി സങ്കേതത്തിനും തൃശൂർ ഫോറസ്റ്റ് ഡിവിഷനും അതിർത്തി പങ്കിടുന്ന മേഖലയാണ് അകമല. ചന്ദനമടക്കമുള്ള ഒട്ടേറെ സംരക്ഷിത മരങ്ങൾ നിറഞ്ഞ ഇവിടം വന്യജീവികളുടെ വിഹര കേന്ദ്രമാണ്. വന്യജീവി ശല്യത്തെ തുടർന്ന് പ്രദേശവാസികൾ ബുദ്ധിമുട്ടുകയാണ്. ഇവിടെയാണ് അടച്ചുപൂട്ടിയ അകമല ഫോറസ്റ്റ് സ്റ്റേഷൻ കാടുകയറി നശിക്കുന്നത്. ഇവിടെ നിരവധി മൃഗങ്ങളാണ് ഈ പരിസര പ്രദേശത്തും മറ്റുമായിട്ട് ശല്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആളുകളെല്ലാവരും എന്തെങ്കിലും പരാതിയോ മറ്റോ കാരണങ്ങളോ അറിയിക്കാൻ വേണ്ടിയിട്ട് ഫോറസ്റ്റിനെ ആശ്രയിക്കാൻ കിലോമീറ്ററോളം താണ്ടിയിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇത്രയും അടിസ്ഥാന സൗകര്യങ്ങൾ ഈ സ്ഥലത്ത് ഉണ്ടായിട്ട് അത് പല പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പൂട്ടിക്കിടക്കുന്ന ഒരവസ്ഥയാണ്. നിസാര കാരണങ്ങൾ പറഞ്ഞ് 2019 വനം വകുപ്പ് അകമല സ്റ്റേഷൻ അടച്ചുപൂട്ടിയത്. തെക്കുംകര, മുള്ളൂർക്കര, പാഞ്ഞാൾ പഞ്ചായത്തുകളും വടക്കാഞ്ചേരി നഗരസഭയും ഉൾക്കൊള്ളുന്ന പ്രദേശത്ത് സ്റ്റേഷൻ പൂട്ടിയതോടെ വാഴാനി സ്റ്റേഷന് കീഴിലേക്ക് ഈ പ്രദേശങ്ങളെ മാറ്റി. എന്നാൽ വനം വകുപ്പിന്റെ നടപടി മൂലം നാട്ടുകാരും ഉദ്യോഗസ്ഥരും കുറച്ചൊന്നുമല്ല ബുദ്ധിമുട്ടുന്നത്. ഇത്തരത്തിലുള്ള വികസനമാണോ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം സർക്കാരിന്റെ കോടികൾ മുടക്കി വെറ്റിനറി ക്ലിനിക്കും അതുപോലെ തന്നെ അകമല ഫോറസ്റ്റ് സ്റ്റേഷനും ഈ ഒരു പ്രദേശത്ത് ഇപ്പോൾ നിർത്തലാക്കിയിട്ട് 3-4 വർഷം കഴിഞ്ഞു. 4-5ാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ വനം പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം നാം ഈ ഒരു ദിനാചരണങ്ങളിൽ ഒതുക്കിക്കൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ആശയങ്ങൾ അത് ഒരുപക്ഷെ ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്റ്റ് കൂടുതലായിട്ടുണ്ടാവുന്നത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ പരിസ്ഥിതിയുടെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് ജനങ്ങളിലേക്ക് എത്തിക്കാനും അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ട നടപടികൾ വനം വകുപ്പ് എടുക്കണം. വന്യജീവി ആക്രമണം നിരന്തരമുണ്ടാകുന്ന മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന സ്റ്റേഷൻ ഇന്ന് പൂർണ്ണമായും നാശത്തിന്റെ വക്കിലാണ്. ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെയും ഇഴജന്തുക്കളുടെയും കേന്ദ്രമായി മാറി. അകമല സ്റ്റേഷനും വെറ്റിനറി ക്ലിനിക്കും വീണ്ടും തുറക്കണമെന്ന ആവശ്യമുന്നയിച്ച് ഇതിനോടകം നിരവധി തവണയാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പരാതികൾ നൽകിയത്. എന്നാൽ ഈ പരാതികളോടൊന്നും യാതൊരു അനുകൂല നടപടികളും സ്വീകരിക്കാതെ സർക്കാർ തങ്ങളെ പൂർണ്ണമായും അവഗണിക്കുകയാണെന്നാണ് ജനങ്ങളുടെ ആരോപണം. ന്യൂസ് മലയാളം, തൃശൂർ.